നിങ്ങൾക്ക് ഇനിയെങ്കിലും ഈ സൗത്ത് ഫിലിംസിനെ റീമേക്സ് നിർത്തിക്കൂടെ? അതിനെപ്പറ്റി ഞാനും ആലോചിക്കണം. എത്ര കാലം ഒരാളെ ചേച്ചി ഒരു ടിക്കറ്റ് എടുക്കട്ടെ. ഈ മാസം ഇത് മൂന്നാമത്തെ പാടാണ്. 25 കോടി രൂപ. നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇനി ഇത്? വിനു അറിയാലോ? ഓ 3 വർഷം മുമ്പ് 3000 അടിച്ച കേസല്ലേ? ചേട്ടാ എടുക്കട്ടെ ചേട്ടാ, ഇപ്രാവശ്യം ഓൺ മെമ്പർ എന്തായാലും അടിക്കും. ശരി ചേച്ചി. കേട്ടല്ലോ, ഇപ്രാവശ്യം എന്തായാലും അടിക്കൂന്ന്. നീ വല്ല ബാംഗ്ലൂരുകാരാണ് മോഡേൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അന്ധവിശ്വാസത്തിനൊന്നും മാറ്റില്ല. ഇത് അന്ധവിശ്വാസമൊന്നും അല്ല, ലോട്ടറി അല്ല. ലോട്ടറി പിന്നെ അന്ധവിശ്വാസമല്ല അല്ലേ? ഓ, നീ ഒന്ന് വേഗം വന്നേ, പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. നാളെ നേരത്തെ ഓഫീസിൽ പോകണം. നാളെ അർത്ഥമല്ലേ? നാളെയോ? ആ, നാളെ എന്ന് വെച്ചാൽ ഒക്ടോബർ 5th. 5th? 5 5 എന്താ പറ്റി? കാര്യം പറ. എന്താ കാര്യം? ഫോണിങ് എടുത്തേ. കാര്യം പറ. എന്നാ ലാസ്റ്റ് ഡേറ്റ് 5 ഓടിയാ. എനിക്കൊന്നും അറിയാൻ പാടില്ല. പ്ലീസ് 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 ചെക്ക് ചെയ്യൂ. അല്ല എനിക്ക് അറിഞ്ഞൂടാ. ഫോൺ എടുക്ക്, ഫോൺ വേഗം, ഫോൺ നോക്ക് വേഗം. എങ്ങനെ? ഈ നമ്പർ പറയട്ടെ, ചെക്ക് ചെയ്യണേ. WS908. നമുക്കേ ഫ്ലാറ്റിൽ പോയിട്ട് സമാധാനം നോക്കിയാലോ? എന്തുപറ്റി? മാച്ച് അല്ലേ? അല്ല മാച്ചാണ്, പിന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി മേലെ പോ. ചെക്ക് ചെയ്യൂ. നീ വാ, ടെൻഷൻ അടിക്കില്ല. ഇതാ ഇത് പിടിച്ചേ. നമ്മളെ ഫ്ലാറ്റിൽ പോയി നൈസായിട്ട് നമ്മളിവിടെ. ഇതെന്താണ് വർക്കായിട്ടുള്ളത്? ചിരിക്കുന്നു. നമ്മളിവിടുത്തെ റെന്റ് കൊടുക്കണേ 17K. മെയിൻ്റെനൻസോ 2K. അല്ലാണ്ട് ഓസിനും നല്ലല്ലോ. അത് വിട്, നീ വന്നേ. ഇപ്പൊ ലിഫ്റ്റ് നന്നാക്കാൻ പോവാ. ബേബി നിക്കി, പറ. ഈ 5 കോടി അടിച്ചാൽ നീ എന്താ ചെയ്യാൻ പോണേ? അത് ജയിക്കുമ്പോ നോക്കാം. നീ കാര്യമുള്ള കാര്യം എന്തെങ്കിലും പറ. 5 കോടിയോ? ആ 5 കോടി അടിച്ചാ മാൾഡീവ്സിൽ പോയാൽ കൊള്ളാന്നുണ്ട്. 5 കോടി അടിച്ചാൽ നിനക്ക് ലോകം 2 പ്രാവശ്യം ഇഷ്ടം. ഇപ്പോഴാണ് മാൽഡീവ്സ്. നീ കളിക്കാതെ കാര്യം വല്ലതും പറ. എന്നാ പിന്നെ നമ്മുടെ റെന്റും ലോണും ഒക്കെ അടച്ചു തീർക്കണ്ടേ? ആ മറന്നു, ആദ്യം കുറച്ച് ക്യാഷ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. കാശിന് അത്യാവശ്യമുള്ള കോടീശ്വരന്മാർക്ക് അത് വലിയൊരു ഉപകാരം. എന്നാ വിനു പറ എന്ത് ചെയ്യണോന്ന്. യെസ്, അത് ഓഹോ, ഇയാൾക്ക് പണ്ട് തലശ്ശേരിയിൽ ലോട്ടറി വിൽപ്പനായിരുന്നു ബിസിനസ്. നീ ഒരുപാട് അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ബാംഗ്ലൂരിലെ പെമ്പിളേറെ കൊള്ളാം, ഞങ്ങൾ നാട്ടിൽ ചെക്കന്മാര്. ആഹാ, എന്നാ പോരട്ടെ. ആ അങ്ങനെ ചോദിക്കും. ആദ്യം 5 കോടി അടിച്ചാ ഈ 5 കൈ കിട്ടാൻ പോണില്ല. പിന്നെ അത് ശരി. അപ്പൊ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലല്ലേ? പറയാ ഇവിടെ കമ്മീഷനും ടാക്സും കഴിഞ്ഞ് ഒരു 3.5 കോടി 3.5 കോടി കൈ കിട്ടുള്ളൂ. ഇനി അതെന്ത് ചെയ്യണമെന്ന് ചോദിക്കും. എന്ത് ചെയ്യും? 1 കോടിക്ക് നമ്മളൊരു ഫ്ലാറ്റ് എടുക്കും. എന്നിട്ട് നമ്മളവിടെ ഷിഫ്റ്റ് ആവും. അതില്ല, അത് നമ്മൾ റെന്റിന് കൊടുക്കും. വൈ? എപ്പോഴും റെന്റിൽ താമസിക്കുന്നതാണ് സേഫ്. പിന്നെ ബാക്കി 1 കോടി നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കിലിടാം. പിന്നെ ബിറ്റ് കോയിൻ വേണ്ട, ബിറ്റ് കോയിൻ സേഫ് അല്ല. പിന്നെ നമ്മൾ നാട്ടിലൊരു എസ്റ്റേറ്റ് മേടിക്കും. ബാക്കി 1 കോടിക്ക് റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ ഒരു 50 ലക്ഷം അതിൻ്റെ അനിയത്തിമാരുടെ കല്യാണം നടത്താൻ അവർക്ക് കൊടുക്കാം. കൊടുക്കും? അയ്യോ, അല്ല ഈ ലോട്ടറിനെ പറ്റി ഒന്നും അറിയില്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പൊതുബോധം വേണം. ഓഹോ, നിനക്കതില്ല, എനിക്കതുണ്ട്. അല്ല ഈ പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ അവസാനം പറഞ്ഞ അനിയത്തിമാരുടെ കാര്യം അതങ്ങ് മറന്നേക്ക് കേട്ടോ. എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോ എന്തായിരുന്നു? നിന്റെ അച്ഛനെ പറ്റി കൂടുതൽ പറയാത്ത ഭേദം. എന്നാ പറ. പുള്ളി ഇല്ലായിരുന്നെങ്കിലേ നമ്മുടെ കല്യാണം വളരെ നൈസായിട്ട് നടന്നേനെ. ആഹാ, പുള്ളി ഇല്ലായിരുന്നെങ്കിലോ? അതിന് വിനുവിന്റെ അമ്മോട്ടും മോശമല്ലായിരുന്നല്ലോ. എന്തൊക്കെയാന്ന് ചെയ്തു കൂട്ടിയേ? ഓസ്കർ പെർഫോമൻസ് അല്ലായിരുന്നോ എന്നാ ചെയ്തേ? ഞങ്ങളുടെ വീട്ടിൽ കുറെ ഓസ്കാറുകളുണ്ട്, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കും കുറെ പറയാനുണ്ട് കേട്ടോ. അച്ഛൻ ഹലോ, കുറച്ച് കാശ് കൈ കിട്ടാൻ പോകുമ്പോഴേക്ക് എന്താ അവളുടെ വിചാരം? എൻ്റെ അനിയത്തിമാർക്ക് കുറച്ച് കാശ് ചോദിച്ചപ്പോൾ അവൾക്ക് ടിക്കറ്റ് ഹോൾഡ് പോയി. എന്തു പറ്റി? ഞാനേ അച്ഛൻ്റെ അടുത്ത് ലോട്ടറിൻ്റെ കാര്യം പറയുമായിരുന്നു.
എന്നിട്ട് ഇപ്പൊ പറഞ്ഞു എന്താ പറഞ്ഞ? അല്ല ലോട്ടറി അടിച്ചു പറഞ്ഞാ പോരെ? എന്താ ഇപ്പൊ പറഞ്ഞ? അല്ല നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിലോ? നമ്മൾ തമ്മിൽ കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടേ മൈ മണി ഈസ് യുവർ മണി യുവർ മണി ഈസ് ഓൾസോ മൈ മണി പറഞ്ഞിട്ടേ. ഇല്ല, ഞാൻ പറഞ്ഞേ മൈ മണി ഈസ് മൈ മണി, യുവർ മണി ഈസ് ഓൾസോ മൈ മണി. ഓഹോ അത് ശരി, അങ്ങനെ ശരി. നിങ്ങൾ അച്ഛനും അമ്മയും മോളും മാൽഡീവ്സിൽ എവിടാന്ന് വെച്ച് നോക്കി. ഞങ്ങളെ പാവങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. അയ്യോ ശരി. ഇല്ല 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 വേണ്ട. എന്ത് നിന്റെ പഞ്ചാരൊന്നും വേണ്ട. പഞ്ചാരൊന്നുമല്ല, ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും ഈ രാജകുമാരിക്ക് ഈ പാവപ്പെട്ടവനല്ലേ ഇഷ്ടം. എടാ സോറി, ഒരു തമാശ പറയാൻ പാടില്ല എനിക്ക്. Listen, you have no right to talk to me like this. വിനു എപ്പോഴും ചെയ്യുന്നതാ ഇത്. എന്താ ഇപ്പൊ Why പ്രശ്നം? did you even get married to me then? എനിക്ക് എന്തിനൊരു തമാശ പറയാൻ പറ്റില്ല. പറ്റില്ല. എപ്പോഴും ഞാൻ എന്റെ കുടുംബക്കാരും കാശിന്റെ മുമ്പ്. ഞാനിപ്പോ അങ്ങനെ വല്ലതും പറഞ്ഞു? അതാണല്ലോ ഇപ്പൊ പറഞ്ഞേ, ഞങ്ങൾ മാത്രം മന്ദബുദ്ധികൾ. നീ വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടാണ്. ചുമ്മാ അതല്ലേ ഇപ്പൊ പറഞ്ഞേ. അപ്പുറത്തെ ആൾക്കാർ ചുമ്മാ ബഹളം. ആദ്യം ആ ഫോണിങ് എടുക്ക്. എന്തിന്റെ ആവശ്യം? ഇതായിരുന്നല്ലോ എല്ലാത്തിനും കാരണം. ഇത് നോക്കാം. അല്ലല്ല, ഇനി ഇതങ്ങാനും അടിച്ച വിനു മൊത്തം ഫുള്ള് വെച്ചോ. ഓക്കെ, അതിങ്ങ് എടുക്ക് വേഗം. തുറക്കുന്ന വേഗം. തുറക്കല്ലേ? പറയട്ടെ. W S 9 0 8 1 1 8 മാച്ചാ? ഇനി ഒരു നമ്പർ കൂടെ ഉള്ളൂ. പറയട്ടെ. 6 അടിച്ചോ?